കൂത്തുപറമ്പ് വെടിവയ്പിൽ പരിക്കേറ്റ് കിടപ്പിലായിരുന്ന പുഷ്പന്റെ സംസ്കാരം ഇന്നുണ്ടാകും. കണ്ണൂർ ചൊക്ലി മേനപ്പുറത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം 8 മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ചൊക്ലിയിലുമാണ് പൊതുദർശനം. വൈകിട്ട് 5 മണിയോടെയാണ് സംസ്കാരം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രമല്ല, സഖാവ് പുഷ്പൻ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് ഇപ്പോഴും. അപ്പോൾ ഇന്ന് അതിഥി രീതിയിൽ ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകാൻ തന്നെയല്ലേ തീരുമാനം? എപ്പോഴാണ് വിലാപയാത്ര തുടങ്ങുക? സ്മിത, തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് സമരഭൂമികയിൽ എക്കാലത്തും സമരാവേശമായിരുന്നു സഖാവ് പുഷ്പൻ. കൂത്തുപറമ്പ് വെടിവയ്പ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഇപ്പോൾ കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിലാണ് മൃതദേഹം ഉള്ളത്. ഇവിടെ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ വൈകിട്ടും ഇവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നത്. അതുപോലെ ഇപ്പോഴും നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണി വരെയായിരിക്കും ഇവിടെ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമാണ് പിന്നീട് വിലാപയാത്ര ആരംഭിക്കുക. ഇപ്പോൾ നമുക്ക് കാണാം, മുൻ MLA KK ലതിക ഉൾപ്പെടെ, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്ക് വളരെ അടുപ്പമുള്ള, വളരെയേറെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സഖാവ് പുഷ്പൻ. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി എത്താത്തത്. എന്നിരുന്നാലും മുഖ്യമന്ത്രിയുടെ അനുശോചനക്കുറിപ്പ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ, വിവിധ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് 8 മണിയോട് കൂടിയായിരിക്കും വിലാപയാത്രയായിക്കൊണ്ട് കണ്ണൂരിലേക്ക് കൊണ്ടുപോകുക. വിവിധ ഇടങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലുമായിക്കൊണ്ട് വിവിധ ഇടങ്ങളിലാണ് അതിനുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. എലത്തൂർ, പൂക്കാട്, കൊയിലാണ്ടി, നന്ദി, പയ്യോളി, വടകര, നാദാപുരം റോഡ്, അതുപോലെ മാഹി, പുന്നോർ എന്നിവിടങ്ങളിലാണ് പൊതുദർശനം ഉണ്ടാവുക. അവിടങ്ങളിലെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. തുടർന്ന് 10:30 കൂടിയാണ് തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തിക്കുക. അവിടെയാണ് നീണ്ടു നിൽക്കുന്ന പൊതുദർശനം. അതിനുശേഷം 12 മണി മുതൽ സംസ്കാര ചടങ്ങ് നടക്കുന്നവരെയും ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് പിന്നീട് മേനപ്പുറത്തെ പുതുക്കാട് വീടിനോട് ചേർന്നുള്ള ഇടത്ത്, പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഇടത്ത്, ഈ രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് പുഷ്പന് അവിടെയായിരിക്കും അന്ത്യനിദ്ര. അവിടേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നു വരികയാണ്. നിരവധി പേർ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും 8 മണി വരെയായിരിക്കും ഇവിടെ പൊതുദർശനം ഉണ്ടാകുക. തുടർന്ന് വിലാപയാത്രയായിക്കൊണ്ടാണ് ജന്മനാട്ടിലേക്ക് പുഷ്പനെ യാത്രയാക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ കോഴിക്കോട് CPIM-ന്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. സ്മിത. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്.